തൃശൂർ ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിൽ കടലാക്രമണം രൂക്ഷം. കടലാക്രമണത്തെ തുടർന്ന് അപകടാവസ്ഥയിലായിരുന്ന കെട്ടിടം തകർന്നു. കടപ്പുറം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ കടലെടുക്കുന്നത്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഉപയോഗശൂന്യമായ കിണറിൽ കാട്ടുപന്നികളെ ചത്ത നിലയിൽ കണ്ടെത്തി. കിണറിൽ നിന്ന് ദുർഗന്ധമുണ്ടായതോടെ നടത്തിയ പരിശോധനയിലാണ് ചത്ത കാട്ടുപന്നികളെ കണ്ടെത്തിയത്. JDS പ്രവർത്തകനെ പീഡിപ്പിച്ച കേസിൽ പ്രജ്വൽ രേവണ്ണയുടെ സഹോദരൻ സൂരജ് രേവണ്ണ അറസ്റ്റിൽ. സൂരജും PS ശിവകുമാറുമാണ് കേസിലെ മുഖ്യപ്രതികൾ. തൃശൂർ മുതുവറ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 8000 രൂപ മോഷണം പോയി. ഭണ്ഡാരങ്ങളുടെ പൂട്ടുപൊളിച്ച നിലയിലും കണ്ടെത്തി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം പൊന്നാനിയിൽ ബൈക്ക് അപകടത്തിൽ ബന്ധുക്കളായ 2 യുവാക്കൾ മരിച്ചു. വെളിയങ്കോട് സ്വദേശി ആഷിഖ്, പൊന്നാനി വളവ് സ്വദേശി ഫാസിൽ എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് നെയ്സലിന് ഗുരുതര പരിക്കേറ്റു. തിരുവനന്തപുരം കള്ളിക്കാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ 4 പേർക്ക് ഗുരുതര പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കൊല്ലം കടക്കലിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. കടക്കൽ സ്വദേശി അമൽദേവാണ് മരിച്ചത്. ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കവേ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറം തിരുവേഗപ്പുറം വേട്ടക്കാരൻ ക്ഷേത്രത്തിലെ പന്തീരായിരം ഉത്സവം ഈ മാസം 24 മുതൽ 26 വരെ നടക്കും. സാംസ്കാരിക സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിലായി വിവിധ പരിപാടികൾ അരങ്ങേറും. കവിയും ഗാനരചയിതാവുമായിരുന്ന പൂവച്ചൽ ഖാദർ അനുസ്മരണം സംഘടിപ്പിച്ചു. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തും പൂവച്ചൽ ഖാദർ സാംസ്കാരിക സമിതിയും ചേർന്ന ശരറാന്തൽ 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. 2024 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ പുരസ്കാരം നേടിയ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനിൽ രാജ് VPയെ ആദരിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ്. ISROയുടെ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ 3ാമത്തെ ലാൻഡിംഗ് പരീക്ഷണവും വിജയം. അവസാന പരീക്ഷണം നടന്നത് ഇന്ന് രാവിലെയോടെ.